നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ ടൈറ്റിൽസ് ഒക്കെ ഒരുപാട് ട്രാവൽ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴും ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട്, ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിക്കോളും ഇതൊക്കെ എത്രത്തോളം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോവിൻ്റെയും അതേപോലെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒക്കെ ബേസിക് ട്യൂട്ടോറിയൽസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കയറി കാണുക, ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്, ഒരുപാട് എൻ്റർടൈൻ ആയിട്ടുള്ളൊരു മേഖലയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കയറാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഈ ഒരു വർക്കാണ് അല്ലേ. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ നോക്കി, ടൈറ്റിൽ ആനിമേഷൻ അല്ല ഇവിടെ സംഭവിക്കണേ അല്ലേ. നമ്മുടെ ക്യാമറ മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ ടൈറ്റിൽസ് ജസ്റ്റ് പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റിലിന് ഒരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുക. ആ സ്പേസിൽ കൊണ്ട് നമ്മുടെ ടൈറ്റിൽ വെക്കുക. പക്ഷേ നമ്മൾ നോർമൽ ടൈറ്റിൽ വെച്ചത് ഇങ്ങനെ നിൽക്കുന്നു തോന്നുന്നുണ്ടാവും, കാരണം ക്യാമറ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ നമുക്കൊന്ന് 3D ട്രാക്ക് ചെയ്തെടുക്കണം. അതിന് ആഫ്റ്റർവേർഡ്സ് ഗംഭീരമായിട്ടൊരു ഓപ്ഷനാണ് ഇതിനകത്ത് 3D ട്രാക്കിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ന്യൂവിൽ ഒരു ഇവിടെ റൈറ്റിൽ കൊടുത്തു, ന്യൂ കോമ്പോസിഷൻ. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ന്യൂ എന്നുള്ളൊരു പേര് തന്നെ കൊടുത്തു. ശ്രദ്ധിക്കുക, ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഫുട്ടേജ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പെക്സൽ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിന് 25 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ആ ഒരു വീഡിയോൻ്റെ ഫ്രെയിം റേറ്റ് വരുന്നത്. അപ്പോൾ അതേ 25 ഫ്രെയിം പെർ സെക്കൻഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരെ ഓക്കെ അടിക്കണു. അപ്പോൾ പുതിയൊരു ഇത് കിട്ടി. നമ്മുടെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ വീഡിയോ നേരേക്ക് ഇട്ടു. അതൊരു 4K വീഡിയോ ആണ്. ഇപ്പോൾ 4K വീഡിയോ കല്ലേ തന്നെ ഇത് കുറച്ച് 3D ട്രാക്കിംഗ് കുറച്ച് ലോഡ് ഉണ്ട്. 4K ഒന്നും നിങ്ങളിപ്പോൾ ട്രാക്ക് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഈ HD-യിലേക്ക് ഈ 4K വലിച്ചിട്ടു. അതിനെ ഫിറ്റ് ചെയ്യണം. Ctrl-Alt-Shift-H അടിച്ചു കഴിഞ്ഞാൽ ഫിറ്റായി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് പക്ഷേ ഇപ്പോഴും ഇത് 4K എന്നൊന്ന് സ്കെയിൽ ആയിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊന്ന് ഞാൻ പ്രീ കമ്പോസ് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രീ കമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് HD ആയിട്ട് മാറിക്കോളും. ഇപ്പോൾ തൽക്കാലം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്തു. നമുക്ക് വീഡിയോ ഏകദേശം 18 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ ജസ്റ്റ് ഇതിന് 30 സെക്കൻഡ് ആക്കുകയാണ്. അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ N പ്രസ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് കണ്ട N പ്രസ് ചെയ്ത് ഞാനിവിടെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഈ ഒരു സ്പേസിൽ റൈറ്റിലേക്ക് കൊടുക്കുക, ട്രിം കോംപ്റ്റ് വർക്ക് ഏരിയ എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ട കറക്റ്റ് ഫിറ്റായിട്ട് നമ്മുടെ വീഡിയോ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ കോമ്പോസിഷൻ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണു, ജസ്റ്റ് ഈ ലെയർ സെലക്ട് ചെയ്ത് Ctrl-Shift-C പ്രീ കമ്പോസ്. നമ്മുടെ ഫൂട്ടേജ് എന്നുള്ള രീതിയിൽ ഫൂട്ടേജിനൊന്ന് പ്രീ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പ്രീ കമ്പോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HD സൈസിലാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് അപ്പോൾ ഏതെങ്കിലും വീഡിയോ നേരിട്ട് വലിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതിന് 3D ട്രാക്ക് കൊടുക്കുന്നതിന് പകരം ഒന്ന് പ്രീ കമ്പോസ് ചെയ്ത് 3D ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് സെലക്ട് ചെയ്തു. ഇവിടെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ട്രാക്കർ അല്ലെങ്കിൽ വിൻഡോയിൽ നോക്കുക, ഓണാക്കിയിട്ടുണ്ട് നോക്കുക. ഇവിടെ ട്രാക്കർ കണ്ട, ഈ ട്രാക്കറിനകത്ത് ഒരു CS6 കഴിഞ്ഞിട്ടുള്ള വെർഷനിലേക്ക് ഈ 3D ട്രാക്കർ ഉള്ളൂ. പഴയ വെർഷൻസിൽ ഇല്ല കേട്ടോ. ഓക്കെ, ട്രാക്കറിൽ ട്രാക്ക് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അനലൈസ് ചെയ്യും. നമുക്കിവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. അതങ്ങനെ അനലൈസ് ചെയ്തൊന്ന് 3D ആയി വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നത് കണ്ടില്ലേ, കുറേ കുഞ്ഞു പോയിന്റ്സുകൾ കാണാം നമുക്കല്ലേ. ഒരുപാട് പോയിന്റ്സ് പല പല കളറിൽ നമുക്ക് ഇങ്ങനെ കുറേ ഇൻഡോ മാർക്കായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ട്രാക്ക് ആയിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോർഷൻസ്, ഇപ്പോൾ ഈ പുല്ലിൻ്റെ പോർഷൻ, കല്ലിൻ്റെ പോർഷൻസിലൊക്കെ ഓരോ ട്രാക്ക് പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 3D ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് എന്തെങ്കിലും ടൈറ്റിൽ എടുത്ത് നമ്മൾ 3D ആക്കി ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്പേസിൽ അത് അവിടെ നിന്നോളും എന്നുള്ളതാണ്. അത് കറക്റ്റ് ആ പോയിന്റ് സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കണമെന്നേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നോക്കാം. അപ്പോൾ എനിക്ക് ആദ്യത്തെ ടെക്സ്റ്റ് ഏകദേശം ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗത്തായിട്ട് വരണം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ട്രാക്ക് പോയിന്റ് സെലക്ട് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇവിടെ ഒരു പച്ച പോയിന്റ് ഉണ്ട്. ഒരു ഏകദേശം ആ ഒരു ഭാഗത്താണ് ഞാൻ ഫസ്റ്റ് റൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു പച്ച ട്രാക്കർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ റൈറ്റിലേക്ക് കൊടുക്കുക. അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. സാധാരണ ഞാൻ നള്ളാണ് കൊടുക്കാറ്. നള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എന്ത് വേണമെങ്കിലും പാരന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യം ഇവിടെ ടെക്സ്റ്റ് ആണ്. നമുക്ക് ടെക്സ്റ്റ് വെക്കണം അല്ലേ. നോക്കിയേ, ഇവിടെ ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഇപ്പോൾ ഇവിടെ കിടക്കണം. ഇങ്ങനെ കാരണം എന്താ വെച്ചാൽ ഞാൻ മലയാള ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. നോക്കി, ഒരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്, കൂടെ ഒരു ക്യാമറയും കൂടെ വന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഇവിടെ 2 വ്യൂവിൽ ഒന്ന് കാണിച്ചു തരാം. നോക്കി, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാമറ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാമറ മൂവ്മെൻറ്റ്, ആ വീഡിയോൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ്
ട്രാക്ക് ചെയ്തെടുത്തു, 3D ട്രാക്ക് ചെയ്തു. എന്നിട്ട് ആഫ്റ്റർവേർഡ്സ് ഒരു ക്യാമറ അവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. കാരണം അതിൻ്റെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു ക്യാമറ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. വലിയൊരു സംഭവം തന്നെയാണ് അതൊക്കെ. അപ്പോൾ നോക്കി, അതിനെക്കുറിച്ച് കൂടുതൽ പോകണില്ല. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി കണ്ട ടെക്സ്റ്റ് ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ ഏത് ഏരിയയിൽ വേണമെങ്കിൽ എനിക്കൊരു ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കാം, സിമ്പിളായിട്ട് കൊണ്ടുവയ്ക്കാം, അതിന് ഒരു പ്രയാസമില്ല. അപ്പോൾ നമുക്ക് ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഞാൻ വേറെ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല, മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നുള്ള കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയുടെ ടെക്സ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. നേരെ ഇവിടെ വന്നു, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യും. അപ്പോൾ കൂടെ നിന്നാൽ എന്നുള്ളൊരു വേർഡ് ഞാൻ കൊടുത്തിട്ടുള്ള ട്രാക്കർ സെലക്ട് ചെയ്ത ട്രാക്കറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് താഴെ അടക്കണേ, നമുക്ക് മാനുവലായിട്ട് അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാം. കാരണം നമുക്കൊരു ആ ഏരിയ കിട്ടിയാൽ മതി. ജസ്റ്റ് ഞാനിതിനെ ഒന്ന് അടുത്തേക്ക് കൊണ്ടുവച്ച ശേഷം ജസ്റ്റ് അതിൻ്റെ XYZ ഡയമെൻഷൻസ് വന്നിട്ടുണ്ടാവും. ഞാനൊന്ന് മുകളിലേക്ക് ആക്കി റൊട്ടേഷൻ ടൂൾ ഉപയോഗിച്ച് Y മാത്രം പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ തിരിക്കുക. കുറച്ച് എങ്ങനെയാണ് നമുക്ക് കാണാൻ എളുപ്പം എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും XYZ ഒക്കെ ഒന്ന് തിരിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട, അപ്പോൾ ക്യാമറ ജസ്റ്റ് അപ്പുറത്ത് കൂടെ പോകണം. നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് ആ കായുടെ ഈ ഒരു ഹോളിൻ്റെ അകത്തൂടെ പോകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടെ പോകണം, അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ക്യാമറ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിനെങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് നീക്കിയാൽ മതി. കറക്റ്റ് ഇതിപ്പോൾ കായിൻ്റെ ഹോളാണ് കേട്ടോ. അപ്പോൾ നോക്കി, അപ്പോൾ ഇനി പ്ലേ കൊടുക്കുമ്പോൾ കറക്റ്റ് ഏത് കായിൻ്റെ ഏത് ഹോളാണ്, ഇപ്പുറത്തെ ഹോളല്ലേ, കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വെക്കാം. അല്ലെ നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഓക്കെ നേരെ ടോണ് മാറിപ്പോ കണ്ട, കറക്റ്റ് ആ ഒരു കായ്ക്കകത്തുകൂടെ തന്നെ കയറി പോകുന്നുണ്ട്. കറക്റ്റായിട്ട് കയറി പോകുന്നുണ്ട്. പ്ലേ എടുത്ത് നോക്കി അല്ലേ, നോക്കി അടിപൊളി. ഇനി എന്ത് ചെയ്യണോ, ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്തുള്ളൊരു കുറവ് എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കില്ലേ, സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കണ്ട, ഇവിടെ കുറേ മോഷൻ ബ്ലർ വരുന്നുണ്ട് ശരിക്കും ആ വീഡിയോയിൽ. ആ മോഷൻ ബ്ലർ കുറച്ചും കൂടെ നമ്മുടെ ടെക്സ്റ്റിനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ റിയാലിറ്റി വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, ജസ്റ്റ് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണോ, നേരെ ഇവിടെ കാണുന്ന ഈ ഒരു മോഷൻ ബ്ലർ ഈ ഒരു ഓപ്ഷൻ ഓണാക്കിയിടുക. അത് ഓണാക്കിയിടുമ്പോൾ ഇപ്പുറത്ത് ഓണാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി. ഇപ്പോൾ ഇവിടെ ഓണാക്കുമ്പോൾ പുതിയ വെർഷനിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓണാവുന്നുണ്ട്, പഴയ വെർഷനിൽ നമ്മൾ ചെന്ന് ഓണാക്കിയിട്ടുണ്ട് ഈ മോഡിൽ. ഓക്കെ, അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് പ്ലേ കൊടുത്ത് കഴിഞ്ഞാൽ കണ്ട ഒരു ബ്ലർനെസ് ഫീൽ ചെയ്ത് അവിടെ കണ്ട, ആ ഒരു ഫാസ്റ്റ് ഫീൽ ചെയ്തു അല്ലേ, ജും എന്നുള്ളൊരു സംഭവം. അപ്പം അങ്ങനെ ഈ സമയത്ത് അങ്ങനെ ജും അതായത് സ്വിഷ് വുഷ് സൗണ്ടുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് സ്വിഷ് അല്ലെങ്കിൽ വുഷ് എന്നൊക്കെ ഗൂഗിളിൽ അടിച്ചാലോ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചാലോ അത്തരം ഫ്രീ സൗണ്ടുകൾ ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ട ജസ്റ്റ് അങ്ങനെ പാസ് ചെയ്ത് പോയി, അടിപൊളി അല്ലേ, അങ്ങനെ പോയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതേ കൺസെപ്റ്റിൽ തന്നെ ഞാനിതാ ഇവിടെയും കൂടെ വെക്കുന്നുണ്ട്, രണ്ടെണ്ണം വെക്കണമെന്നുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ഏരിയ, അപ്പോൾ നമ്മുടെ ഫൂട്ടേജ് സെലക്ട് ചെയ്യണോ, നേരെ 3D ക്യാമറ ട്രാക്കർ സെലക്ട് ചെയ്യണോ. നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനിതാ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. അവിടെ ഇതേപോലെ തന്നെ റൈറ്റിൽ കൊടുത്തു. പ്രാവശ്യം ഞാൻ ക്യാമറ വെച്ചതാണ്, ഇനി രണ്ടാമതും വീണ്ടും ക്യാമറയുടെ കാര്യം അവർ ചോദിക്കില്ല. എന്താ ചോദിക്കുക, ക്രിയേറ്റ് ടെക്സ്റ്റോ സോൾഡോ എന്നാണല്ലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ടെക്സ്റ്റിനെ നമുക്ക് വേണ്ട അല്ലേ, ക്രിയേറ്റ് ടെക്സ്റ്റ് കൊടുത്തു. അവിടെയും അതേപോലത്തെ വേർഡ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണു, നേരെ നമ്മുടെ രണ്ടാമത്തെ വേർഡ് കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മണക്കോട്ടായിട്ട്. അപ്പം ഇവിടെ കണ്ടേ, ഈ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്നുള്ള ആ ഒരു വേർഡ് എടുത്തു, ന്യൂവിൽ വന്നു, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യണോ, ജസ്റ്റ് പേസ്റ്റ് ചെയ്യണോ. കണ്ട, കുറച്ച് താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്ലേ കൊടുക്കുമ്പോൾ അത് നിലത്ത് കൂടെ ഇങ്ങനെ പോകണു അല്ലേ, അങ്ങനെ പോകണ്ട, ഒന്ന് മുകളിൽ കയറ്റി വെച്ചു. ഞാൻ രണ്ടാമത് ഒന്ന് പെട്ടെന്ന് പറയണമെന്നുള്ളൂ കേട്ടോ, ബോറടിക്കണ്ട ഇല്ലല്ലോ. വൈഫും മോളൊന്നും ഇവിടെ ഇല്ലേ, എല്ലാവരും നാട്ടിൽ പോയിരിക്കും. ഈ കൊറോണ കാലത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് ആ സൈഡിൽ കൂടെ പോകണേ. അപ്പം എനിക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടെ പോകണം അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് കിട്ടുന്നുണ്ട്. കണ്ട, ഓക്കെ അടിപൊളി. കണ്ട, കുറച്ചുകൂടെ ഇപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ കൂടെ അതും പോയി. ഇപ്പം അത് ഞാൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണു, മോഷൻ ബ്ലർ കൊടുക്കണു. നോക്കി, അപ്പോൾ കൂടെ നിന്നാൽ അങ്ങനെ ജസ്റ്റ് അവിടെ സ്റ്റക്കായി അല്ലേ, കൂടെ നിന്നാൽ എന്നുള്ള ആ ഒരു വീഡിയോ കൂടെ ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി നേരെ അടുത്ത വീട്ടിൽ കൂടെ. എന്ത് രസമല്ലേ, സന്തോഷമുണ്ടോ അതൊക്കെ കാണുമ്പോൾ? എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കാണുമ്പോൾ. അതിനകത്ത് ഇപ്പം ഒരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ ബാക്കിലുള്ള വേർഡ് കണ്ട നമുക്ക് ഈ പുല്ലിൻ്റെ ഒക്കെ ഇപ്പുറത്തൂടെ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യണു, അതിൻ്റെ ഒപ്പാസിറ്റിക്ക് ഒന്ന് കീ കൊടുക്കണം, അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാസ്കിങ്, ഞാൻ മുമ്പ് എപ്പിസോഡിൽ മാസ്കിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആ ചെടിയുടെ മറവിൽ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മാസ്ക് ഒരു കീ ഇവിടെ കൊടുത്തു, കുറച്ച് ഇങ്ങോട്ട് ആ കീ നീക്കി വെച്ചു, എന്നിട്ട് ഫസ്റ്റ് കീ 0 ആക്കി. അപ്പോൾ എന്താ ഉണ്ടാവുക, ജസ്റ്റ് ഇങ്ങനെ മെല്ലെ തെളിഞ്ഞ് വരുന്ന ഒരു
അങ്ങനെ ആനിമേഷൻ ആയിട്ട് കൊടുത്തിട്ട് വളരെ പതുക്കെ തെളിഞ്ഞ് വന്നാൽ മതി വിചാരിച്ചു. പ്ലേ കൊടുക്കുമ്പോൾ അങ്ങനെ കണ്ട നോക്കി. അപ്പോൾ ആ 2 കിട്ടി. അപ്പോൾ മൂന്നാമത് ഞാനിത് ഈ ഒരു ഏരിയയിലാണ് ഇത് ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പ്രത്യേകം കാണിക്കുന്നില്ല. ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതായി. ഇനി പക്ഷേ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് താഴെ ഒരു റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ അതൊന്നും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ അല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു വേവ്സ് ഒക്കെ ഉള്ള ഒരു കണ്ട ഒരു റിഫ്ലക്ഷൻ പോലെ അവിടെ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. എന്താണ് നോക്കി, ജസ്റ്റ് ഇപ്പോൾ ഈ കൂടെ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ സെയിം ഒരു കോപ്പി ഞാൻ എടുത്തു. ഇതിനെന്ത് ചെയ്യണു, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴേക്ക് ഫ്ലിപ്പ് ചെയ്ത് വെക്കണം അല്ലേ. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വെക്കാം. റൈറ്റിൽ കൊടുക്കുക. ഇവിടെ ട്രാൻസ്ഫോമിനകത്ത് ഇവിടെ ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കുത്തനെ വന്നോളൂ അല്ലേ. അല്ലാണ്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കരുത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശരിയാകുമോ? ഇല്ല. നമുക്ക് കുത്തനെ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഇപ്പുറത്തേക്ക് ഫ്ലിപ്പായി കിട്ടണം അല്ലേ. അപ്പോൾ കണ്ട നേരെ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു. അത് കറക്റ്റ് 3D തന്നെ ആയതുകൊണ്ട് അത് അവിടെ തന്നെ കിടന്നോളും. കണ്ട അത് അങ്ങനെ തന്നെ കിടന്നോളും. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ജസ്റ്റ് ഒരു ബ്ലർനെസ് പോലെ കൊടുക്കണം. അപ്പോൾ ഒരു വേവ് പോലെ കൊടുക്കണം. ഞാൻ പണ്ട് പ്രീമിയറിലൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. ഒരു എപ്പിസോഡിൽ പ്രീമിയറിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞിട്ടുണ്ട് ടൈറ്റിൽ ആനിമേഷൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യണു, ടർബുലൻ്റ് ഡിസ്പ്ലേസ് കണ്ട ടർബുലൻ്റ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് ഇതിനെ മുകളിലിടുന്നു. അപ്പോൾ ഒരു ഞെരുക്കം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഞെരുക്കത്തിൻ്റെ എമൗണ്ട് ഇത്തിരി കൂട്ടി. അപ്പോൾ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അപ്പോൾ കുറച്ച് കൂട്ടുക. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഈ ഒരു 100 എന്നുള്ള വാല്യൂ ഒന്ന് കുറയ്ക്കുക. അതായത് ഇതിൻ്റെ സ്കെയിൽ വാല്യൂ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കണ്ട അതിനൊരു ഞെരിപിരി സംഭവം വന്നിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ. ഇത് നിങ്ങൾ കൂടുതൽ ഒന്നും ചെയ്യണ്ട. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ് കണ്ട ആ ഒരു ഇളക്കം അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവുന്നതാണ്. കാരണം ചെറിയൊരു വേവ് പോലെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ സൈസ് കുറച്ചും കൂടി ഒരു 4 ഇട്ട് കൊടുത്തു കേട്ടോ. 4 കൊടുത്തു. അതിൻ്റെ ഒപ്പാസിറ്റി വളരെ കുറച്ച് കൊടുക്കുക. ഒരു 25 മതി. കണ്ട ചെറിയ കുറച്ച് കണ്ടാൽ മതി. ആ ഒരു ഫീൽ കിട്ടില്ല. പ്ലേ കൊടുത്തു നോക്കിയാൽ നിങ്ങൾ കണ്ട ഓട്ടോമാറ്റിക്കലി അതിന് ചെറിയൊരു വേവ്സ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ പോലെ തോന്നുകയും ചെയ്യും. സിമ്പിൾ ലെങ്ത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ താഴെ അതേപോലെ റിഫ്ലക്ഷനൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ നല്ല നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ആ സ്വിഷ് സൗണ്ട് കാര്യം മറക്കണ്ട, അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എളുപ്പമല്ലേ? ഓക്കെ, സിമ്പിളല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള മറുപടി ഞാൻ കമൻറ്റിലൂടെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് ഇനിയും കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം വേണം. കൂടെ നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത് അരവിന്ദ്. താങ്ക് യു.